എല്ലാ ബോയും നല്ലതാ. ബ്ലാക്ക് ബോയ് അടിപൊളി അടിപൊളി. എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ല കോമഡി ഉണ്ട്, ചിരിക്കാനുണ്ട്. ബാഡ് ബോയ്സ് പടം ഒരു കിടിലം പടമായിട്ട് തോന്നി. കാരണം അതിന്റെ സൗണ്ട് എഫക്റ്റ് ആയാലും മറ്റേ ആക്ഷനും കാര്യങ്ങളൊക്കെ ആയാലും നല്ല കിടിലം തന്നെയാണ്. നല്ലൊരു തിയേറ്ററിലേക്കാണെങ്കിൽ നമുക്ക് എന്തായാലും പടം ഇഷ്ടപ്പെടും. പിന്നെ ലാഗ് എനിക്ക് തോന്നിയില്ല, കാരണം കോമഡി എല്ലാവരും വർക്കൗട്ട് ആയ രീതിയിലാണ് എനിക്ക് തോന്നിക്കുന്നത്. എന്തായാലും പടം കിടിലം പടം. അത് ബാബുവാൻ കുറേ പേരുണ്ട്. ബാബു ആന്റണി, റഹ്മാൻ, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയല്ല, എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതായത് ഒമറിന്റെ ഇതുവരെ ഇറങ്ങിയുള്ള പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു പടമേ അല്ല ഈ ഒരു പടം, അങ്ങനെ വേണം പറയാം. കാരണം ഇത് കംപ്ലീറ്റ് ഒരു ആക്ഷനും കോമഡി ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം ഈ വർഷത്തെ ഓണം അത് ഞാനിപ്പോ പറയാൻ പറ്റില്ല, കാരണം ഞാൻ ബാക്കിയുള്ള പടങ്ങൾ കണ്ടോളാം. ഇന്നലത്തെ 2 പടവും ഇപ്പൊ ഈ പടം കണ്ടോളൂ. ഇനി 2 പടം കൂടി കാണാണ്ട് അത് കണ്ടിട്ട് ഇതിൽ ഏറ്റവും അധികം ഞാൻ പറയേണ്ടത് ആൽബിയുടെ ക്യാമറ വർക്കാണ്. നന്നായി ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം എന്താ പറയാ, സ്വന്തം പ്രേക്ഷകർ വേണം പറയാൻ. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു. ഉണ്ടായിരുന്നില്ലേ, വന്നിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഈ ഓണം ബാഡ് ബോയ്സിന്റെ കൂടെ ആയിരിക്കും. ഓണം തൂക്കി എല്ലാ ഒരു ഫുൾ ഓൺ എന്റർടൈൻമെന്റ്, പാട്ട്, ഡാൻസ്, ഫൈറ്റ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പാക്കേജ് ഓണത്തിന് ചേട്ടനൊരു വമ്പൻ തിരിച്ചുവരാണോ? തിരിച്ചു വരാൻ ഞാൻ ഇവിടെ തന്നെ അല്ല, ഭയങ്കര മാസ് കാര്യങ്ങളൊക്കെയാണല്ലോ. അതെ, 2 പടമുണ്ട്. ഇപ്പൊ ഇവിടെ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാല് ഇവിടെ ബാഡ് ബോയ്സ്, അപ്പുറത്ത് ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പ്. അപ്പൊ ഓണക്കാലത്ത് നമ്മള് ഏതൊരു കലാകാരന്റെ ആഗ്രഹമാണ് സ്ക്രീനിൽ വരിക എന്നുള്ളത്. അത് 2 സിനിമയില് ഭാഗമായിട്ട് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. 2നും നല്ല അഭിപ്രായമാണ്. നല്ലതിന് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട്, അതായത് ഈ ഓണത്തിന് പറ്റിയ പാക്കേജ് ബാഡ് ബോയ്സ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ.